ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആരതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മെയ് TBR ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ മെയ് മാസം ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വായിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വർഷം തുടങ്ങിയിട്ട് ഞാൻ അധികമൊന്നും വായിച്ചിട്ടില്ല. കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വർഷം വായിച്ച കുറച്ച് പുസ്തകങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു പുസ്തകമാണ് യെല്ലോ ഫേസ്. ഞാൻ യെല്ലോ ഫേസിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ ലിങ്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാർച്ചിലൊന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. അപ്പം വായനയെ റിവൈവ് ചെയ്യാനുള്ള എൻ്റെ ഒരു ശ്രമമാണ്. കാരണം ഐ ബിലീവ് മെയ്യിൽ എനിക്ക് ആഫ്റ്റർ എ പോയിന്റ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് വർക്ക്. കാരണം എൻ്റെ ഡെഡ് ലൈൻസ് ഒക്കെ മെയ് ആകുമ്പം തീരും. സോ I am hoping that I would be able to give much more time towards reading. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു TBR ചെയ്യാമെന്ന് വിചാരിച്ചത്. കൂടുതൽ സമയം കളയുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് വായിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇന്ന് ഞാൻ വായിച്ച് തുടങ്ങാൻ പോകുന്ന ഒരു പുസ്തകമാണ് ഭൂമി ശ്മശാനം ബൈ GR ഇന്ദുഗോപൻ. GR ഇന്ദുഗോപൻ്റെ മോർ ദാൻ വൺ ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഈ മാസം എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് കാലം മുന്നേ വാങ്ങി വെച്ചതായിരുന്നു GR ഇന്ദുഗോപൻ്റെ കുറച്ച് പുസ്തകങ്ങൾ. അതിൽ കുറച്ചെണ്ണം ഞാൻ വായിച്ച് കഴിയുകയും ചെയ്തു. അതിനെപ്പറ്റി ഞാൻ വഴിയേ ഞാൻ വീഡിയോസ് ഇടാം. ഭൂമി ശ്മശാനം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം ഞാൻ പിക്ക് ചെയ്തതാണ്. ഇതെൻ്റെ അമ്മയുടെ കോപ്പിയാണ്. ഇവിടെ വന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഭൂമി ശ്മശാനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, വിച്ച് ഹാസ് എ മച്ച് മോർ ബ്യൂട്ടിഫുൾ കവർ എൻ്റെ കയ്യിലുള്ള കോപ്പിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് തന്നെ വായിക്കാം. ഇത് അമ്മ വായിച്ച് വെച്ചതാണ്, ഇതന്നെ വായിക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ഞാൻ ഇന്ന് വായിച്ച് തുടങ്ങാൻ പോകുന്ന പുസ്തകം. എനിക്കിതിൻ്റെ ബ്ലർബ് എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഇതിവൃത്തം അറിയില്ല. ബാക്കിലുണ്ട്, പക്ഷെ ഞാൻ വായിക്കുന്നില്ല എന്ന് വിചാരിച്ചു. വിത്ത് എ ക്ലീൻ സ്ലേറ്റ് ഐ എം ഗോയിങ് ടു എൻ്റർ ടു ദ ബുക്ക്. അടുത്ത പുസ്തകം GR ഇന്ദുഗോപൻ്റെ തന്നെ ബീജബാങ്കിലെ പെൺകുട്ടി. ഇത് കളക്ഷൻ ഓഫ് നോവലറ്റ്സ് ആണ്. 2 നോവലറ്റ്സ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്ന് പാശം, പിന്നെ ഒന്ന് ബീജബാങ്കിലെ പെൺകുട്ടി. അപ്പം ഇത് അതിലും ചെറിയൊരു പുസ്തകമാണ്. അപ്പം ഭൂമി ശ്മശാനം നോക്കുവാണെങ്കിൽ ഇതൊരു ചെറിയ പുസ്തകമാണ്, അതിലും ചെറിയൊരു പുസ്തകമാണിത്. അപ്പം നോവലറ്റുകൾ കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വായിച്ച് കഴിയുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് GR ഇന്ദുഗോപൻ്റെ കഥകൾ എന്താണ് എന്നറിയാനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലത്തെ പുസ്തകങ്ങളാണ് ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഹീസ് എ വെരി പ്രോമിസിങ് റൈറ്റർ ഇൻ മൈ ഐസ്. സോ ഇതുവരെ ഞാൻ GR ഇന്ദുഗോപൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. ആ സ്ട്രീക്ക് ഇനിയും തുടരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കമ്മിങ് ടു ദ തേർഡ് ബുക്ക്, ഇറ്റ്സ് അഗെയിൻ എ GR ഇന്ദുഗോപൻ ബുക്ക്. ഇറ്റ് ഈസ് എ നോവൽ. നോവലല്ലേ? അതെ, നോവലാണ്. ഇത് GR ഇന്ദുഗോപൻ്റെ സ്കാവഞ്ചർ. സോ സ്കാവഞ്ചർ, ഇതിൻ്റെ കവർ നോക്ക്. വളരെ നല്ലൊരു കോപ്പി, ഒരു എഡിഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ എഴുതിയിട്ടുണ്ട് SI പ്രാണകുമാർ കൊലക്കേസ് അന്വേഷണം. സോ ഒരു ത്രില്ലർ ആയിരിക്കണം, ത്രില്ലർ നോവൽ ആയിരിക്കണം. പല ലേയേഴ്സ് ഉണ്ടെന്ന് ഞാൻ ചുമ്മാ ഇതിൽ കൂടെ കണ്ണ് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു. എക്സൈറ്റഡ്, വെരി 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 എക്സൈറ്റഡ്. GR ഇന്ദുഗോപൻ്റെ ഏറ്റവും പുതിയ നോവൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. 2022 കോപ്പിയാണ്. സോ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി അഗെയിൻ ലേറ്റസ്റ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് ടു ദ ലേറ്റസ്റ്റ് ആയിരിക്കണം ഇത്. അഗെയിൻ നമുക്ക് നോക്കാം. കവറൊക്കെ ഭയങ്കര ഇൻട്രീഗിങ് ആണ്. സോ വായിക്കാനും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അടുത്ത പുസ്തകം ഒരു നോൺ ഫിക്ഷനാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. ഇത് വായിച്ച് തീർക്കുമെന്നുള്ളതിലല്ല എൻ്റെ ഗോൾ. ഇത് എത്രത്തോളം ഞാൻ കവർ ചെയ്യും എന്നുള്ളതാണ്. ബിക്കോസ് ഇത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് ദ ബുക്ക് ഈസ് ടോക്കിംഗ് വിത്ത് സീരിയൽ കില്ലേഴ്സ് ബൈ ക്രിസ്റ്റഫർ ബെറി ഡി. ഇതിൻ്റെ മുന്നേ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ടോക്കിംഗ് വിത്ത് സൈക്കോപാത്സ് ആൻഡ് സാവേജസ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ ആ സീരീസിൽ തന്നെ നെക്സ്റ്റ് ഒരു ഇതാണ് ടോക്കിംഗ് വിത്ത് സീരിയൽ കില്ലേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ട്രൂ ക്രൈം വീഡിയോസ്, പോഡ്കാസ്റ്റ്സ് ഒക്കെ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ പെട്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഐ എം റിയലി എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ദിസ് ബുക്ക്. പിന്നെ റിയൽ ലൈഫ് സിനാരിയോസ് ഒക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത്. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് ടു have an analysis of these serial killers inside the chapters. സോ ആ ഒരു സൈക്കോ അനാലിസിസും അതുപോലെ അവർ ഡീഡ് ചെയ്യുന്ന രീതികളും അവരുടെ ഇൻ്റർവ്യൂ, ഇൻ്ററോഗേഷൻ എല്ലാം ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ എം എക്സ്പെക്ടിങ് സംതിങ്
nerve-wracking, chilling, exciting. Oh, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് chilling study of the world's most evil people. So yes, it is going to be chilling. Now the last book that is in my TBR is The Bellboy by Aneet Salim. ഈ പുസ്തകം ഞാൻ വാങ്ങുന്നത് അനീത് സലീമിൻ്റെ ദ സ്മോൾ ടൗൺ സി എന്ന് പറയുന്ന നോവൽ വായിച്ചതിന് തൊട്ട് ശേഷമാണ്. കാരണം ഐ വാസ് സോ ഓവർവെൽംഡ് ബൈ ദാറ്റ് സ്റ്റോറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദ സ്മോൾ ടൗൺ സി എന്ന പുസ്തകം. വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ട്, വളരെ ഡീപ്പായിട്ട്, ലേയേർഡ് ആയിട്ട്, എന്നാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയിട്ട്, വളരെ എന്താ പറയുക, നമുക്ക് മനസ്സിൽ ഇപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഇമേജറീസ് ഒക്കെയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ആ ലൊക്കേഷൻസിനെ പറ്റിയൊക്കെ വളരെ ഭംഗിയിൽ എഴുതിയിട്ടുള്ള ഒരു ടാലൻറ്റഡ് ഓഥറാണ് അനീസ് സലീം. വി ഓൾ നോ ദാറ്റ് ഹീസ് എ വെരി ടാലൻറ്റഡ് റൈറ്റർ ഇൻ അവർ ടൈംസ്. സോ ആ പുസ്തകത്തിന് ശേഷം ഞാൻ വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമസോണിൽ കയറി നോക്കുമ്പോൾ എനിക്ക് ബെൽ ബോയ് കുറച്ച് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ബെൽ ബോയ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ലത്തീഫ്സ് ലൈഫ് ചേഞ്ചസ് വെൻ ഹീസ് അപ്പോയിൻറ്റഡ് ബെൽ ബോയ് അറ്റ് ദ പാരഡൈസ് ലോഡ്ജ് വെയർ പീപ്പിൾ കം ടു ഡൈ. സോ വേറെയും കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബട്ട് ഐ എം ജസ്റ്റ് റീഡിങ് ദീസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ബ്ലർബ്. അത് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ ബുക്ക്. ഐ എം എക്സ്പെക്ടിങ് ദ സെയിം അനീസ് സലീം മാജിക്. ഇത് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഈ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് വെരി സൂൺ. സോ ഈ 5 പുസ്തകങ്ങളാണ് ഞാൻ ഈ മാസം വായിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതിൽ എത്ര കംപ്ലീറ്റ് ആവും എന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് എക്സ്പെക്ടിങ് മീ ടു കംപ്ലീറ്റ് ദീസ് ബുക്സ്. പക്ഷേ ഐ എം ട്രൈങ് ടു റീഡ് ആസ് മച്ച് ആസ് പോസിബിൾ. ആൻഡ് അതിൻ്റെ ഒരു സ്റ്റാർട്ടാണ് ഈ ഒരു TBR. അപ്പം മലയാളവും ഇംഗ്ലീഷും രണ്ടും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ആൻഡ് ഐ വിൽ അപ്ഡേറ്റ് യു ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത്. സോ യാ, എക്സൈറ്റഡ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരയ്ക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.